സുഹൃത്തുക്കളെ, ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 10ാമത്തെ ഓവറാണ്. നമ്മൾ ഒരു 6 ഓവർ വരെ റാഫ് ടോക്ക് ക്രിക്കറ്റിൽ ലൈവ് പോയി. ഇപ്പോൾ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ പാകിസ്ഥാൻ 10 ഓവർ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ 10 ഓവർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇതാണ് സംഭവം. അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10 ഓവർ കംപ്ലീറ്റ് ആയി. 85 റൺസിന് 1 വിക്കറ്റ് എന്നുള്ള രൂപത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ. സൈഫ്സാദ ഫർഹാൻ്റെ ആ ഒരു അർദ്ധ സെഞ്ചുറി. പവർ പ്ലേ കഴിയുമ്പോൾ നമ്മൾ ഒരല്പം ഹാപ്പിയിലായിരുന്നു. 10-45 റൺസിന് നമുക്ക് അവരെ പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വിക്കറ്റൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. അത് പിന്നെ പണിയായി. 10 ഓവർ കഴിയുമ്പോൾ ഒരു 50-50 ഫീലാണ് ഇപ്പോൾ ഉള്ളത്. എന്നാലും ഷൈഫ്സാദ ഫർഹാനെ പറഞ്ഞയക്കാൻ പറ്റി. പിന്നെ സെയിം അയ്യൂബ് എല്ലാ ദിവസവും ഡെക്കാവുന്ന ആളാണ്. ഇന്നിപ്പോൾ ഡെക്കായിട്ടില്ല. 10ാമത്തെ ഓവറിൽ വന്ന് ഒരു സിംഗിൾ അടിച്ച് നിൽക്കുകയാണ്. എന്താവും അറിയില്ല. നല്ല ടെൻഷൻ അടിച്ചാണ് ഇതാ ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ ആ ലൈവിൽ നമ്മൾ പരസ്പരം കുറേ നേരം സംസാരിച്ചല്ലോ, റാഫ് ടോക്ക് ക്രിക്കറ്റത്തെ ലൈവിലേ. അപ്പോൾ ഇപ്പോൾ ഒന്ന് ഇവിടെ റിലാക്സ് ചെയ്തിരിക്കുകയാണ്. റിലാക്സ് ചെയ്യുമ്പോഴും പക്ഷേ ടെൻഷനുണ്ട്. കഴിഞ്ഞ 2 കളികൾ നമ്മൾ വളരെ സുഖകരമായിട്ട് ജയിച്ചതാണെങ്കിൽ ഈ കളി എന്താവും അറിയില്ല. ഒരു 145-150 അവരെ പിടിക്കാൻ പറ്റണം. ടോസിൻ്റെ സമയത്ത് രവിശാസ്ത്രി പറഞ്ഞ പോലെ സംഗതി 170 അടിക്കുകയാണെങ്കിൽ അത് പണിയാവും. ഏതായാലും അടുത്ത ഓവർ സ്റ്റാർട്ട് ചെയ്യാണ്. 11ാമത്തെ ഓവർ. 11ാമത്തെ ഓവർ ദ്യൂബയാണ് വരുന്നത്. ദ്യൂബയായിരുന്നു ആദ്യത്തെ 2 ഓവർ എറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദ്യൂബ വന്നിട്ടുണ്ട്. സോ 87-1 എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം. ബാക്കി എന്താവും നോക്കാം. ഇയാൾ അർദ്ധ സെഞ്ചുറി അടിച്ചാണ് പണിയായത്. ഇനിയിപ്പം ഫക്കർ സമൻ 21 ബോളിൽ 25 അവിടെ ഉണ്ട്. നോക്കാം നമുക്ക്. നമ്മൾ 2 കളി നമ്മൾ ജയിച്ചതല്ലേ, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്നേ. നമ്മുടെ ബാറ്റിംഗ് ഡെപ്തൊക്കെ വെച്ച് നോക്കുമ്പോൾ നോക്കാം. 15 ഓവറായി. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒന്ന് റിലാക്സ്ഡ് ആണ്. കാരണം പാകിസ്ഥാൻ്റെ 4 വിക്കറ്റ് പോയിട്ടുണ്ട്. ഫക്കർ സമൻ ഒരു 6 അടിച്ചു ഇപ്പോൾ തൊട്ടുമുമ്പത്തെ ബോളിൽ. പക്ഷേ അടുത്ത ബോളിൽ തന്നെ അയാളെ പറഞ്ഞയക്കാനും പറ്റി. വരുണൊക്കെ സൂപ്പറായിട്ട് എറിയുന്നുണ്ട്. വരുൺ ചക്രവർത്തിയൊക്കെ. നമ്മൾ കുറച്ചുകൂടി റിലാക്സ്ഡ് ആണ്. കാരണം ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ 14.5 ഓവറുകൾ 127 റൺസ് 4 വിക്കറ്റിന്. 15ാമത്തെ ഓവറാണ്. കണ്ടിന്യൂ ചെയ്യുകയാണ്, പ്രോഗ്രസ് ചെയ്യാണ്. നോക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 171 മുതൽ 188 വരെ പ്രൊജക്റ്റഡ് സ്കോർ. 12 റണ്ണൊക്കെ വെച്ച് അടിക്കുകയാണെങ്കിൽ 188 എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കുറച്ചുകൂടി റിലാക്സ്ഡ് ആണ്. ഒരു 150-160 നമുക്ക് അവരെ പിടിക്കാൻ പറ്റിയേക്കുമെന്നാണ് വിചാരിക്കുന്നത്. സോ 15 ഓവർ കംപ്ലീറ്റ് ചെയ്തു. 15 ഓവർ കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ വലിയ ടെൻഷനില്ല. 10 ഓവർ കഴിഞ്ഞ സമയത്താണ് ശരിക്കും പേടിച്ചിരുന്നത്. ഷൈഫ്സാദ ഫർഹാൻ്റെ അർദ്ധ സെഞ്ചുറിയും ഫക്കർ സമൻ അപ്പോൾ ക്രീസിലുണ്ട് എന്നൊക്കെ ഉള്ളത്. അതൊക്കെ പോയി. ഫക്കർ സമൻ പോയി. പിന്നെ സെയിം അയ്യൂബ് വലിയ സ്കോറൊന്നും ഇല്ലാതെ പോയി. അപ്പോൾ 4 വിക്കറ്റ് അവർക്ക് നഷ്ടപ്പെട്ടല്ലോ. ഞാൻ വിചാരിക്കണം എന്താ വെച്ചാൽ കഴിഞ്ഞ 2 കളികൾ നമ്മൾ സുഖമായിട്ട് ജയിച്ചാണ്. ഫൈനലാകുമ്പോൾ ഒരു കുറച്ച് ഫൈറ്റൊക്കെ അവർ തരും. അത്രയൊക്കെ തന്നെ വിചാരിച്ചാൽ മതി. അതിനപ്പുറത്തേക്കൊന്നും അവരുടെ ടീമിൻ്റെ ഇപ്പോഴത്തെ കപ്പാസിറ്റി ഇല്ലയെന്ന് കഴിയൂല. അത് നമ്മളിങ്ങനെ വെറുതെ പറയണല്ല. നിങ്ങൾ കളി കാണുമ്പോൾ അറിയാലോ. പിന്നെ അപ്പോൾ ക്രിക്കറ്റാണെന്തും സംഭവിക്കുക അങ്ങനെയൊക്കെ പറയും. പിന്നെ 2ാമത്തെ ഇന്നിങ്സിൻ്റെ സമയമാകുമ്പോൾ പിച്ച് ഒന്ന് സ്ലോ ആകാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ സമ്മതിക്കുന്നു. അപ്പോൾ നോക്കിയത് അടുത്ത ഓവർ അക്സർ പട്ടേലാണ് സ്റ്റാർട്ട് ചെയ്തത്. തലത്ത് ഹുസൈനും സൽമാൻ അലി ആകെയാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. 130 റൺസ് 4. അടുത്തൊരു 5 ഓവറിൽ അവരെത്ര റൺസ് അടിക്കും? ഒരു 40 റൺസ് അടിക്കും, അല്ലെങ്കിൽ ഒരു 45 റൺസ് അടിക്കും. അത്രയൊക്കെ പറ്റുണ്ടാവുള്ളൂ. അങ്ങനെ ഒരു 175 170 മാക്സിമമാണേ ഒക്കെ നമുക്ക് പിടിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളെ ബാറ്റിംഗ് ഡെപ്തൊക്കെ വെച്ചിട്ട് നമുക്കത് കവർ ചെയ്യാൻ പറ്റേണ്ടതാണ്. കാരണം ഇപ്പോൾ റിങ്കുവിനെ കൂടി നമ്മൾ ഇറക്കിയൊക്കെ പൈനാണ്. എന്തായാലും ഇപ്പോൾ അത് 3rd അമ്പയർ കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ അതിലെന്ത് സംഭവിക്കും നോക്കാം. ഡിസിഷൻ പെൻഡിങ് എന്നാണ് കാണിക്കുന്നത്. ഇങ്ങനെ അധികം TV കാണിക്കാനൊരു പേടിയുണ്ട്. കാരണം നമുക്ക് ഇത് കിട്ടാം, കോപ്പിറൈറ്റ് കിട്ടാം. എന്തായാലും ഡിസിഷൻ പെൻഡിങ് ആണ്. സൽമാൻ 6ഉം ഹുസൈൻ തലത്ത് 1ഉമാണ്. സംഭവം അവിടെ ആ ഒരു റണ്ണൗട്ടിനുള്ള അപ്പീലാണെന്ന് തോന്നുന്നുണ്ട്. യെസ്, അത് ഒബ്സ്ട്രക്റ്റിംഗ് ദി ഫീൽഡാണ് ചോദിച്ചിട്ടുള്ളത് എന്നാണ് തോന്നുന്നത്. കാരണം ഫീൽഡറെ ദേഹത്തും കൊണ്ടാണ്. പക്ഷെ അതൊക്കെ അപ്പീൽ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ്.
ഏതായാലും സംഭവം നടക്കുന്നത് ഒബ്സ്ട്രക്റ്റിംഗ് ദി ഫീൽഡറാണോ എന്നാണ്. അത് നേരെ സഞ്ജുവിന് കിട്ടുകയാണെങ്കിൽ റണ്ണൗട്ട് ആക്കാമായിരുന്നില്ല. ബാറ്റർ മനഃപൂർവ്വം ചെയ്താണെന്ന ചോദ്യം. ആക്ച്വലി ശരിക്കും പറഞ്ഞാലേ ദാറ്റ് വാസ് അൺനെസസറി എന്നാണ് ഇപ്പോൾ നമ്മുടെ കമൻറ്റേറ്റേഴ്സൊക്കെ പറയണത്. അത് അപ്പീൽ ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല, അത് ഗെയിമിൻ്റെ സ്പിരിറ്റിനെ നെഗറ്റീവ് ആണെന്നാണ്. കാരണം അത് ആവശ്യമില്ലാത്ത ആണ് അല്ലേ. കാരണം അത് സ്റ്റമ്പിന് അയാൾ ശരിക്കും ഒബ്സ്ട്രക്റ്റിംഗ് ദി ഫീൽഡ് എന്ന് ചെയ്യാൻ വേണ്ടി അയാൾ മനഃപൂർവ്വം ചെയ്തെന്ന് തോന്നുന്നില്ല ആ രംഗമൊക്കെ കാണുമ്പോൾ. പിന്നെ ഇതൊക്കെ കൂടിയാണ് ഈ ഒരു ഗെയിമിനെ എത്ര സ്പൈസിയാക്കി മാറ്റുന്നത്, ഇന്ത്യ പാകിസ്ഥാൻ ഗെയിമുകളെ. എന്തായാലും ഇന്ത്യ അപ്പീൽ ചെയ്തു, അത് ചെക്ക് ചെയ്തു, ഔട്ടല്ലാന്ന് അമ്പയർ വിധിക്കുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് സ്ലോ ഓവേഴ്സിലേക്ക് കടന്നിട്ടുണ്ട്. 16 to 20 ഓവറുകൾ. അതിലൊരു 45 റൺസ് മാക്സിമം അവർ അടിച്ചേക്കും. ഇപ്പോൾ 175, ഇപ്പോൾ നമ്മുടെ രവിശാസ്ത്രി പറഞ്ഞ 170ഒക്കെ ദാറ്റ്സ് ഔട്ട് പൊന്തിട്ടുണ്ടേ, കുത്തനെ പൊന്തി. യെസ്, ദാറ്റ്സ് ഔട്ട്. സഞ്ജു ക്യാച്ച് എടുത്തു. സോ അക്സർ പട്ടേൽ അടുത്ത വിക്കറ്റ് കൂടി എടുക്കുന്നു. പാകിസ്ഥാൻ്റെ അടുത്ത് വിക്കറ്റ് കൂടി വീഴുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. സോ ഹാപ്പി തലത്ത് ഹുസൈൻ ഔട്ടായി. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു 160 അടിക്കുമോ? ഇനിയിപ്പോൾ 170 വേണ്ട, ഇങ്ങനെ വിക്കറ്റ് എടുപ്പോൾ 5ാമത്തെ വിക്കറ്റും വേണം. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ആരും ഇല്ല. നോക്കാം നമുക്ക് ഇന്നിങ്സിൻ്റെ അവസാനമാകുമ്പോൾ എന്താ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, പാകിസ്ഥാൻ്റെ ഇന്നിങ്സിലെ 19ാമത്തെ ഓവറാണ്. ഇതാണ് പാകിസ്ഥാൻ എങ്ങനെ ഏറ്റവും മോശമായിട്ട് കളിക്കാമെന്നാണ് അവർ കഴിഞ്ഞൊരു 5 ഓവറായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ 113-1 എന്നുള്ള നിലയിലുണ്ടായിരുന്ന ടീമാണ് ഇങ്ങനെ പൊട്ടി തകർന്നത്. 138 ഒക്കെ ആകുമ്പോൾ അവർക്ക് 8 വിക്കറ്റ് പോയി. 134 അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ 143-9 എങ്ങനെയുണ്ട്? നമ്മൾ 19ാമത്തെ ഓവറിലാണ്. നമ്മളിപ്പം കുറച്ച് നേരത്തെ കരുതിയത് അവർക്ക് 160 എത്തും എന്നുള്ളതായിരുന്നു. അവിടെ നിന്നാണ് ഇങ്ങനെ. ഇപ്പോൾ 10ാമത്തെ വിക്കറ്റ് കൂട്ടാണ് ക്രീസിലുള്ളത്, അബ്രാറും മുഹമ്മദ് നവാസും. കണ്ടോ നിങ്ങൾ? അപ്പോൾ ഇതാണ് ഇപ്പോൾ അവസ്ഥ. ഭയങ്കര മോശമായിട്ടുള്ളൊരു പ്രകടനം എന്ന് പറഞ്ഞാൽ നമ്മളെ കുൽദീപ് യാദവ് ഓരോ ഓവറിൽ 3 വിക്കറ്റുകളാണ് എടുത്തത്. ഒറ്റ ഓവറിൽ 3 വിക്കറ്റ്. നെഞ്ചും കൂടെ അങ്ങോട്ട് തകർത്തു എന്ന് അറിയില്ലേ, അതാണ്. ഹാരിസ് റൌഫിനെ ബൂമ്ര പറഞ്ഞയച്ചപ്പോൾ മറ്റേ ഇങ്ങനെ ഒരു കാണിക്കലും കൂടി കാണിച്ചപ്പോൾ പെർഫെക്റ്റായി. അതിൽ നമ്മൾ വളരെ ഹാപ്പിയാണ്. ഇതിപ്പോൾ 10ാമത്തെ വിക്കറ്റ് കൂട്ടിയിട്ടുള്ള അവർ എത്ര പോകും എന്നുള്ളത് കണ്ടറിയാം. 19ാമത്തെ ഓവറായി. അബ്രാറും മുഹമ്മദ് നവാസുമാണ്. അപ്പോൾ ആദ്യത്തെ ഒരു 10 ഓവറിൽ ഏറ്റവും ബെസ്റ്റായിട്ട് കളിച്ചൊരു ടീം പിന്നത്തെ കുറച്ച് ഓവറുകളിൽ ഏറ്റവും ടെറിബിളായിട്ട് ബാറ്റ് ചെയ്തൊരു ടീം ഇപ്പോൾ അവസാനം ഒരു 170 ഒക്കെ സുഖമായിട്ട് എത്തേണ്ടിടത്ത് നിന്ന് 150 പോലും എത്താൻ വിഷമിക്കുന്ന കാഴ്ച. ഇതാണ് പാകിസ്ഥാൻ. ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവരവരുടെ ഏറ്റവും ബെസ്റ്റ് പുറത്തെടുത്താൽ പോലും ഇന്ത്യൻ ടീമിൻ്റെ ക്വാളിറ്റീൻ്റെ മുമ്പിൽ അവർക്ക് പിടിച്ചിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നുള്ളത്. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഇതാ വരുണ്ടി ഓവറിൽ തന്നെ ഒരു ഓൾ ഔട്ട് ആയാലും അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല. ഒറ്റ വിക്കറ്റല്ല ഇനി വീഴാനുള്ളൂ. അവർ ബാറ്റർമാരിപ്പോൾ ഈ കിട്ടണമൊക്കെ ബോണസ് എന്നുള്ള രൂപത്തിലൊക്കെയാണ്. എങ്ങനെയുണ്ട് നോക്കാം നമുക്ക്. ഓൾ ഔട്ട് ഇപ്പോൾ ആവും. അതാ അപ്പം കഴിഞ്ഞു. ഓൾ ഔട്ടായി. 146 ഓൾ ഔട്ടായി. മുഹമ്മദ് നവാസ് കുത്തനടിച്ചു. ബൂമ്രൻ്റെ അടുത്ത് വിക്കറ്റും കിട്ടി. അപ്പോൾ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മളെ ചെക്കന്മാർ ഇത് എത്ര പെട്ടെന്ന് എടുക്കും അത് മാത്രമേ അറിയേണ്ടുള്ളൂ. നോക്കുക, 113-1 എന്ന നിലയിൽ നിന്ന ടീമാണ് ഇങ്ങനെ ഓൾ ഔട്ടായി ഇപ്പോൾ പോയിരിക്കുന്നത്. കുത്തനടിച്ച് ക്യാച്ചായി ഔട്ടായി. നോക്കുക, ഓൾ ഔട്ടായി പോയി. യെസ്, ആയിട്ടില്ല. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്ന പാകിസ്ഥാനൊന്നും ആയിട്ടില്ല. പാകിസ്ഥാൻ്റെ ഈ ടീമിന് നമ്മളെ ചെക്കന്മാരോട് മുട്ടി നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഒരു യാഥാർത്ഥ്യം. ഈ സ്കോറൊക്കെ വളരെ 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 അനായാസം നമ്മളെ കുട്ടികൾ ചേസ് ചെയ്തെടുക്കും. നോക്കാം നമുക്ക് നമ്മളെ കുട്ടികളെ ചേസിങ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. എന്താവന്മാർ കാണിക്കണത്? 4 ഓവറായി നമ്മളെ 3 വിക്കറ്റ് പോയി 20 റൺസിന്. വല്ലാത്തൊരവസ്ഥ. ഗില്ലൊക്കെ എന്താ കാണിക്കണത്? റണ്ണൗട്ടിൽ നിന്ന് കേച്ചിലായി, പിന്നാലെ ക്യാച്ചും കൊടുത്ത് ഔട്ടായി. ഒരു നല്ലൊരു 4 അടിച്ച് അടുത്ത് അതിൻ്റെ പിന്നാലെ ഔട്ടായി. അഭിഷേക്, സൂര്യ. ഇപ്പോൾ കമൻറ്റേറ്റർ പറഞ്ഞ പോലെ ഇത് കളി വലിച്ചെറിയാണ്. അവിടെ ഒരാൾ സങ്കടമായിട്ടിരിക്കണ് കണ്ടാ.
ഇതാണിപ്പോൾ അവസ്ഥ. ഓരോ ഇന്ത്യൻ ഫാനിൻ്റെ അവസ്ഥ ഇതാണ്. എന്താ ഒരു ഉദ്ദേശിക്കണത്? ആകെ കുറഞ്ഞ റണ്ണ് മതി, വിക്കറ്റ് കൊടുക്കാതിരിക്കുക എന്നുള്ളത് മാത്രം ചെയ്യേണ്ടതുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ആവശ്യമില്ലാതെ ഒരു 6 ഓവറിൽ 50 റണ്ണിനൊന്നും ആവശ്യമില്ല. അഭിഷേക് അടിച്ച് ഔട്ടായി, സൂര്യൻ്റെ ഔട്ട്, ആ ക്യാച്ച് കുറച്ച് ഒന്ന് ജഗിൾ ചെയ്തിട്ടാണ് ആ ക്യാച്ച് എടുത്ത്. ഗില്ലെന്താ കാണിച്ച്? ഗില്ല് അത് റണ്ണൗട്ടിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടിട്ട് പിന്നെ ആവശ്യമില്ലാതെ അടിച്ച് ഔട്ട്. എന്തായാലും നമ്മളെ ചെക്കൻ സഞ്ജു അവിടെ ക്രീസിലുണ്ട്. സഞ്ജുവും തിലകും കൂടി ഇത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കണം. ഇനി വിക്കറ്റ് പോവാതെ നമുക്കൊരു 100 റൺസിലെത്തണം, എന്നാലേ കാര്യമുള്ളൂ. വല്ലാത്ത അവസ്ഥ. അൺഎക്സ്പെക്റ്റഡ് ആണ്, അൺബിലീവബിൾ ആണ്. പാകിസ്ഥാൻ ഇപ്പോൾ ഒരു ചാർജഡാണ്, സ്വാഭാവികമല്ലേ? അവർ ചാർജഡ് അപ്പോൾ ആവും. അവർക്കിത് പ്രതീക്ഷിക്കാത്ത കിട്ടലുകളാണല്ലോ. ഇനി എന്തായാലും വിക്കറ്റ് പോവാതെ 100 ആവണം. ഇനി വിക്കറ്റുകൾ വീണ പാലും വെള്ളത്ത് കിട്ടൂട്ടാ. അപ്പോൾ നമ്മൾ ഇന്നിങ്സ് 10ാമത്തെ ഓവറിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ വിക്കറ്റ് പോയിട്ടില്ല. സഞ്ജുവും തിലകും തന്നെ ക്രീസിൽ. ഇപ്പോൾ 57-ന് 3 പക്ഷേ സഞ്ജു ഒരു അബദ്ധം കാണിച്ചിരുന്നത്. അബറാറിൻ്റെ ആ ബോൾ അടിച്ച് താലത്തിൻ്റെ കയ്യിൽ, പക്ഷേ താലത്ത് ഡ്രോപ്പ് ചെയ്തു. 12 റൺസാണ് അപ്പോൾ സഞ്ജു അടിച്ചിരുന്നത്. രക്ഷപ്പെട്ടതാണ്. ഇപ്പോൾ നമുക്ക് വിക്കറ്റ് പോകരുത്. ഒരു 100 റൺസ് വരെയെങ്കിലും വിക്കറ്റ് പോവാതെ മുന്നോട്ട് പോകണം. ഇത് ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഡ്യൂ ഉണ്ട്. എന്താ പറയുക, ഹെവി ഡ്യൂ അല്ല. ഇപ്പോൾ ഈ ഏഷ്യ കപ്പിൽ ഇതുവരെ ദുബായിൽ അങ്ങനെ ഡ്യൂ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഡ്യൂ ഉണ്ട്, ഒരു ലിറ്റിൽ ബിറ്റ് ഓഫ് ഡ്യൂ ഉണ്ട്. അപ്പോൾ ബോൾ ഗ്രിപ്പ് ചെയ്യുന്നുണ്ട്, അപ്പം സ്പിന്നേഴ്സിന് അത് ഗുണം ചെയ്യുന്നുണ്ട്. പക്ഷേ ഡ്യൂ ഒന്നുകൂടി ഹെവി ആകുമ്പോൾ അത് മാറും, ബാറ്റ് ചെയ്യാൻ ഒന്നുകൂടി എളുപ്പമാവും എന്ന് വിചാരിക്കാം. അപ്പോൾ വിക്കറ്റ് വലിച്ചെറിയാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. സഞ്ജുവിൻ്റെ ആ ക്യാച്ച് ഡ്രോപ്പ് ആയത് നമുക്ക് ശരിക്കും ലക്കിയായി. ഇപ്പോൾ അതാ 10ാമത്തെ ഓവറിൽ നമ്മൾ 58 റൺസാണ്. 9.5 ഓവറിൽ 58 റൺസാണ് ഇപ്പോൾ ഉള്ളത്. സെയിം അയ്യൂബാണ് വരുന്നത്. സഞ്ജു ഇപ്പോൾ 16 റൺസ് 12 ബോളിൽ, തിലക് 26 ബോളിൽ 24. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. സോ 10th ഓവർ. അപ്പോൾ ഇനിയും നമുക്ക് 89 റൺസോളം ജയിക്കാൻ വേണ്ടി വേണം. 65 ബോളിന് 65 ബോളിലല്ല 60 ബോളിൽ, 65 60 ബോളിന് 60 ബോൾ കഴിഞ്ഞല്ലോ. 10 ഓവർ കഴിഞ്ഞു. റിലാക്സ്ഡ് ആയെന്ന് വെച്ചാൽ ആയിട്ടില്ല. ഇനി വിക്കറ്റ് പോവാതെ നമുക്ക് 100 റൺസ് എത്തണം. 100 റൺസ് എത്തുക പറഞ്ഞാൽ അടുത്ത 5 ഓവറിൽ 15 ഓവർ ആകുമ്പോൾ നമുക്ക് 100-ലെത്തണം. എത്താൻ പറ്റേണ്ടതാണ്. ബാക്കി പിന്നെ ലാസ്റ്റ് 5 ഓവറിൽ അടിച്ചെടുക്കാന്ന്. വിക്കറ്റ് പോകരുത്. വിക്കറ്റ് പോകാതിരിക്കുക എന്നുള്ളതാണ് കീ. എന്തായാലും ഇതിന് മുമ്പത്തെ 2 കളിക്കുന്ന ടെൻഷൻ ഉണ്ടായിരുന്നില്ല, അത് വെറുതെ ടെൻഷനാക്കി. അപ്പോൾ സുഹൃത്തുക്കളെ, 18ാമത്തെ ഓവറായി. നമുക്കിനി 2 ഓവറിൽ 17 റൺസ് മതി. കളി നമ്മൾ പിടിച്ചുവിട്ടാ. 15ാമത്തെ ഓവറിൽ സൽമാൻ അലി ആകെ ഒരു വലിയ മണ്ടത്തരം ചെയ്തു, ഒരു ബ്ലണ്ടർ. അബ്രാർ നന്നായിട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ നിന്ന് അയാളെ മാറ്റിയിട്ട് ഒരു കാര്യമില്ലാതെ ഹാരിസ് റൌഫിനെ കൊണ്ടുവന്നു. നമ്മൾ അടിച്ചങ്ങോട്ട് ഇട്ടു. പേസ് ഓൺ ആയതോടുകൂടി അടിച്ചു. ആ ഓവറിൽ 17 റൺസ് വന്നു. ഇപ്പോൾ ഇതാ ഈ 17ാമത്തെ ഓവറിൽ ഹാരിസ് റൌഫ് നന്നായിട്ട് എറിഞ്ഞു വന്നു. പക്ഷേ ലാസ്റ്റ് ബോൾ അത് ലോ ഫുൾ ടോസ്, അതും ഡ്യൂബക്ക് 6 കൊടുത്തു. അപ്പോൾ നമുക്കിനി ആകെ 2 ഓവറിൽ 17 റൺസ് മതി. ടെൻഷനൊക്കെ നമ്മൾ റിലീസായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഹാപ്പിയാണ്, നമ്മൾ ജയിക്കും. പിന്നെ 2 ഓവറിൽ 17 അടിക്കാൻ പറ്റാതെ വരാൻ ഒരു സാധ്യതയില്ല. തിലക് 48 പന്തിൽ 58 ക്രീസിലുണ്ട്. ഡ്യൂബെ 18 പന്തിൽ 28 റൺസ്. സഞ്ജു നേരത്തെ ഔട്ടായി. സഞ്ജു അനാവശ്യ ഷോട്ടിന് ശ്രമിച്ച ഔട്ടായതാണെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്തായാലും ഫഹീം അഷ്റഫാണ് 19ാമത്തെ ഓവർ എറിയുന്നത്. കളി നമ്മൾ പിടിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. യെസ്, ഫസ്റ്റ് ബോൾ അത് സ്ട്രൈറ്റ് ടു ഫീൽഡർ ആയിരുന്നു. പക്ഷേ ഫീൽഡർ അത് ഐ തിങ്ക് ഒരു റൺ നമ്മൾ ഓടി. യെസ്, ഒരു റൺ നമ്മൾ ഓടി. സോ ഇനി നമുക്ക് 11 ബോൾ 16 റൺസ് നമ്മൾ പിടിച്ചു എന്നല്ലാതെ. ഇതാണ് നമ്മളെ ടീമിൻ്റെ സ്ട്രെങ്ത് ആയിട്ട് ഞാൻ പറയുന്നത്. നമുക്ക് ഡെപ്ത് ഉണ്ട്, ബാറ്റിംഗ് ഡെപ്ത് ഉണ്ട്, ബൗളിങ്ങിൽ വെറൈറ്റീസ് ഉണ്ട്. സോ 11 ബോൾസ് 16 റൺസ്. ഫഹീം അഷ്റഫിൻ്റെ ഓവർ കഴിഞ്ഞാൽ വീണ്ടും ഹാരിസ് റൌഫ് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് ഷഹീൻ ഷാഫ്രീദി നന്നായിട്ട് എറിഞ്ഞു കേട്ടോ, ദോഷം പറയരുതല്ലോ, ഉള്ള കാര്യങ്ങൾ നമ്മൾ പറയണമല്ലോ. സോ ഇതാ ഫഹീം അഷ്റഫ്. നെക്സ്റ്റ് ബോൾ എന്താ ഉണ്ടാവുക? നമ്മൾ ഓഫ് സ്റ്റെപ്പിന് വെളിയിൽ എറിഞ്ഞ് ഡ്യൂബ അടിച്ചു. പക്ഷേ സിംഗിളാണ്. അത് 115 കിലോമീറ്റർ, അതായത് സ്ലോ ബോളാണ്. ഓഫ് സ്റ്റെപ്പിന് വെളിയിൽ പറഞ്ഞു. കാരണം ഇതിൽ ആ 15ാമത്തെ ഓവർ ഭയങ്കര വൻ കോമഡി ആയിരുന്നു ഹാരിസ് റൌഫിൻ്റെ. ഒന്നാമത് അവിടെ പേസ് ഓൺ എന്നുള്ളൊരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് സൽമാൻ അലി ആൾക്ക് പറ്റിയ വലിയ ബ്ലണ്ടർ.
പിന്നെ വിക്കറ്റ് സെർച്ച് ചെയ്തുകൊണ്ടാണ് പന്ത് എറിഞ്ഞത്. രണ്ട് സ്ട്രോങ് ലെഫ്റ്റ് ഹാൻഡുള്ള, അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് സ്ട്രോങ് ലെഗ് സൈഡിലുള്ള ബൗളർമാർക്ക് വിക്കറ്റ് സെർച്ച് ചെയ്ത് എറിഞ്ഞ്, ബാറ്റർമാർക്ക് വിക്കറ്റ് സെർച്ച് ചെയ്ത് എറിഞ്ഞ് കഴിഞ്ഞാൽ അടി കിട്ടും. അത് വാങ്ങുകയും ചെയ്തു. നെക്സ്റ്റ് ബോൾ, അടുത്ത ബോളിൽ വീണ്ടും സിംഗിളാണ്. തിലകും സിംഗിള്. ഒരു പേടിയില്ല. നമ്മളിപ്പോൾ ലാസ്റ്റ് ഓവറിൽ ഒരു 10 റണ്ണാണെങ്കിൽ നമ്മൾ അടിക്കൂലേ, പിന്നെന്താ. ഇപ്പോൾ ഈ ഓവറിലിപ്പോൾ നമ്മൾ ഇനി 3 ബോളുണ്ട്. അപ്പോൾ 9 ബോളിൽ 14 ഇനി. ലാസ്റ്റ് ഓവറിൽ 10 ആണെങ്കിൽ നമ്മൾ പിടിക്കും, നോ പ്രോബ്ലം. ലാസ്റ്റ് ഓവർ ഇപ്പോൾ എറിയാൻ ആരാ വരിക? ഹാരിസ് റൌഫ് അല്ലേ. ഡോൺ വറി. ടെൻഷൻ അടിയുന്നു ചെറുതായിട്ട്. അവിടെ ഒരാൾ ടെൻഷൻ അടിച്ച് മൂലക്ക് കൂടി കൂടി. യെസ് ദാറ്റ്സ് ദി ഷോട്ട്. യെസ് ദാറ്റ്സ് എ ഫോർ. യെസ്, ശിവന്തി 4 അടിച്ചു കഴിഞ്ഞു. നമ്മൾ പിടിക്കുന്നു. യെസ് സൂപ്പർ. ഇനി നമുക്ക് 10 റൺസ് മതിയല്ലോ. എന്തായി, ടെൻഷനൊക്കെ മാറിയാ? ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? അത് കുട്ടികൾ ഇവിടെ ഉണ്ട്, അത് പിടിക്കും. അത് കിടിലനായിട്ട് കണക്ട് ചെയ്തു. ദാറ്റ്സ് എ 4. സോ ഇനി 10 റണ്ണ് പോരെ? മതി. 12. ഇനി നമുക്ക് 8 ബോളുണ്ട്. 8 ബോളിൽ 10 റണ്ണ് മതി. യെസ്, 8 ബോള് 10 റൺസ്. നോക്കാം നമുക്ക്. ഈ ഓവർ തന്നെ ഒരു 4 കൂടി വിട്ടറാ. ഇല്ല, ബീറ്റണായി. സ്വിങ് ആൻഡ് മിസ്. സ്ലോ ബോളാ. 115 km/h. ഒരു ബോളും കൂടി, ഒരു ഒറ്റ 4 കൂടി വിട്ടാൽ മതി. പിന്നെ 6 ബോളിൽ 6 റണ്ണ്. അതൊക്കെ ഇപ്പോൾ വരും, ഡോൺ വറി. അയ്യോ, അത് കണക്റ്റ് ആയില്ല അല്ലേ? സ്ലോ ബോളായി. ടെൻഷൻ ഉണ്ടാ? ഇനി എന്ത് ടെൻഷൻ? ഇനിയൊരു ടെൻഷനില്ല. 7 ബോളിൽ 10 റണ്ണ് അടിക്കാൻ പറ്റില്ല. പിന്നെ എന്താണ്? നമ്മളടിച്ചു. അയ്യോ, 2 കളി സിമ്പിളായിരുന്നു. ഇത് കുറച്ചൊരു പണി ഉണ്ടാക്കി. എന്നാലും വേണ്ടില്ല. അതാ അടിച്ച് 4 കുത്തനടിച്ചു. ഔട്ടായോ? സിക്സറാണാ? യെസ്, സിക്സർ. യെസ് കഴിഞ്ഞല്ലോ. കളി നമ്മൾ പിടിച്ചു. നോ, ദാറ്റ്സ് ഔട്ടാണ്. അയ്യോ മൈ ഗോഡ്. ഞാൻ അവരെ കോച്ച് എന്തിനാ കൈയടിക്കുന്നു വിചാരിച്ചു. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ക്യാച്ചാണ്. അതെന്തപ്പോൾ ഞാൻ സിക്സറാന്ന് വിചാരിച്ചത്. നമ്മൾ അതുവരെ കണ്ടിട്ടുള്ളൂ. ഈയിടെ അവിടെ ഒരാൾ ചാടി ഉയർന്നു അല്ലേ? ഷെയ്ൻ അഫ്രീദി. ദാറ്റ്സ് ഇറ്റ്. എന്താ, ടെൻഷനായോ? അയ്യടാ, ഞാനത് സിക്സറാന്ന് ഉറപ്പിച്ചാട്ടാ. പിന്നെ അവരെ കോച്ച് എന്തിനാ പോയി കൈയടിക്കണമെന്ന് വിചാരിച്ചു ഞാൻ. സീൻ ഡാർക്കാവോ? ഛേ, ഇനിയിപ്പോൾ നമുക്ക് റിങ്കു വരാണ്ട്. റിങ്കു അപ്പോൾ അവർക്ക് ഹാരിസ് റൌഫ് അല്ലേ അറിയാനുള്ളത്. നമ്മൾ പിടിക്കുക. യെസ്, ഹാരിസ് റൌഫ്, റിങ്കു, തിലകും. അത് സിക്സറായിരുന്നു കളി. റിങ്കു സിംഗ്. എന്തായാലും അടിപൊളി ഫിനിഷായില്ലേ ഈ ടൂർണമെൻറ്റിന്. അടിപൊളി ഫിനിഷാണ്. നമ്മൾ ജയിക്കണം. പക്ഷേ ഒരു ടൈറ്റ് മാച്ച് വന്നു എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞാണ് ഞാൻ. ഹാരിസ് റൌഫ് നമ്മൾ 3 ഓവറിൽ 37 കൊടുത്തതല്ലേ? യെസ്. സ്ലോ ഓവർ റേറ്റ് അവരൊരു ഫീൽഡർ കുറവാണ്. ഓക്കെ, അവർക്ക് ബൗണ്ടറി റൈഡർ ഒരു ഫീൽഡർ കുറവാണ്. ഡബിൾ ഓടും. ഓർഡറാ. യെസ്, ഡബിൾ ഓടി. 5 ബോളിൽ 8 റണ്ണ്.
അതായത് ഒരു ഫീൽഡർ കുറവാണ് അവർക്ക് ബൗണ്ടറി ലൈന് മറ്റേ 30 യാർഡ് സർക്കിളിൻ്റെ അപ്പുറത്ത്. സ്ലോ ഓവർ റേറ്റ് അതൊക്കെ നമുക്ക് അനുകൂലമാണ്. കളി നമ്മൾ പിടിക്കും. ഇനിയിപ്പോൾ എന്താണ്, 5 ബോളല്ലേ, 8 റൺ, ഒരൊറ്റ ഫോർ മതി. ഒറ്റ ഫോർ വന്നാൽ കളി നമ്മൾ കയ്യിലിരിക്കും. ഹാരിസ് റൌഫ് ടു തിലക്. യെസ്, അത് സിക്സറാണ്. ഉറപ്പ്. യെസ്, സിക്സർ. കളി കഴിഞ്ഞു. എന്തായിപ്പോ, കളി നമ്മൾ പിടിച്ചു. അതൊക്കെ ഉറപ്പാണ്. ഈ ഹാരിസ് റൌഫ് ഇങ്ങോട്ട് കഴിയൂല. അയാളാണ് ആ 15ാമത്തെ ഓവറിൽ കളി നമുക്ക് വിടുന്നത്. അവൻ്റെ ഒരു മറ്റേ പ്ലെയിന് വെക്കണ ആക്ഷനും ഇപ്പോൾ സാറായി അടിച്ചാണ് പരത്തി. ഓനെ തന്നെ അടിച്ചു പരത്തി. 80 മീറ്റർ ഡിസ്റ്റൻസിൽ സിക്സർ അടിച്ച് കഴിഞ്ഞില്ലേ, കളി കഴിഞ്ഞു. യെസ് ആടാ, ഗംഭീറൊക്കെ യെസ് പറഞ്ഞില്ലേ, ഗംഭീറൊക്കെ ആവേശം. യെസ് അവസാന വിന്നിങ് ഷോട്ട് അടിക്കാൻ വേണ്ടി നമ്മൾ പോവാണ്. യെസ്, ദിസ് ഈസ് ദി മൊമെന്റ്. അതാ ഒരു ക്യാപ്റ്റനൊക്കെ ആകെ ടെൻഷൻ, സങ്കടം. ദിസ് ഈസ് ദാറ്റ് മൊമെന്റ്. യെസ് ഗൈസ്, we need only 2 runs, 2 more runs. അടിയടാ. യെസ് പക്ഷേ സിംഗിൾ ആണ്. സോ സ്കോർസ് ടൈഡ്. വാട്ട് മോർ റൺസ് നീഡഡ്. റിങ്കു ആദ്യമായിട്ടാണ് ഈ ടൂർണമെന്റ് കളിക്കാൻ ഇറങ്ങുന്നത്. വിന്നിങ് റൺസ് റിങ്കു അടിക്കും. ഈ ടൂർണമെന്റിൽ റിങ്കുവിൻ്റെ ഫസ്റ്റ് കളിയാണ്. സോ വിന്നിങ് ഷോട്ട് അടിക്കാനുള്ള ഭാഗ്യം റിങ്കുവിനാണ്. ഇതൊക്കെ ഓരോരോ വിധികളാണ്, നേരത്തെ തീരുമാനിച്ചു വെക്കലാണ്. കണ്ട, എനിക്ക് ദൈവം നേരത്തെ തീരുമാനിക്കലാണ്. ഇതുവരെ ടൂർണമെന്റ് കളിക്കാൻ ഇറങ്ങാത്ത റിങ്കു വിന്നിങ് ഷോട്ട് അടിക്കാൻ പോകുന്നു. അതും ഹാരിസ് റൌഫിനെ തന്നെ, അവൻ്റെ ഒരു പ്ലെയിങ് ക്രാഷ്. അപ്പോൾ നമ്മൾ നോക്കാം. ഇതാ വിന്നിങ് ഷോട്ട്. യെസ് ഫോറടിച്ചു. യെസ് നമ്മൾ അതാ പറഞ്ഞിരുന്നത്, ഈ ടീമിനെ കൊണ്ടാവൂല, പാകിസ്ഥാനെ കൊണ്ട് കഴിയൂല എന്ന് വെറുതെ പറഞ്ഞല്ല. കണ്ടില്ല നിങ്ങള്? അതെന്താ അറിയോ, ഈ നമ്മളെ ടീമിന്റെ ക്വാളിറ്റി അതാണ്. അവരിനി അവരെ മാക്സിമം ശ്രമിച്ചാലും നമ്മൾ കുറച്ച് എറേഴ്സ് ഒക്കെ വരുത്തിയാൽ പോലും നമ്മൾ ജയിക്കും. കാരണം എന്താ, നമ്മൾ ടീമിന്റെ ക്വാളിറ്റി അതാണ്. യെസ്